blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ അനുഗ്രഹങ്ങളാൽ ഇന്ന് ബ്ലെസ്സിങ് ടുഡേയുടെ ഓരോ വ്യൂവറെയും അനുഗ്രഹിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് വാച്ച് ചെയ്താലും. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലെ ഇളമക്കര സോണിലുള്ള പലർ ചേർന്നാണ്. ആ സോണിലുള്ള ആളുകളാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ സോണിലുള്ള ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവേ, ഈ സോണിലുള്ള ഓരോ വ്യക്തികളും കുടുംബങ്ങളും ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്ഷ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരറിയുവാനായി പ്രാർത്ഥിക്കുന്നു. ആ സോണിലുള്ളവർക്ക്, സ്വന്തം ഭവനങ്ങളില്ലാത്തവർക്ക് അത് ഉണ്ടാകട്ടെ. സോണിലുള്ള കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി, ഫ്യൂച്ചറിനായി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ സോണിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വിവാഹങ്ങൾ നടക്കട്ടെ. അങ്ങനെയുള്ളവർ കർത്താവെ, ആ സോണിലുള്ളവർക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ കർത്താവെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പൊതുവെ കർത്താവെ, ആ സോണിലുള്ള സകലരെയും, ശുശ്രൂഷകർ ഉൾപ്പെടെ സകലരെയും ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഇളമക്കര സോൺ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഇൻക്രീസ് യു. ഒത്തിരി വളർച്ച ആ സോണിൽ ഉണ്ടാകട്ടെ. ഇന്നലെ നമ്മൾ അമേസിംഗ് ഗ്രേസ്, അതിശയകരമായ കൃപ എന്ന ഒരു സന്ദേശ പരമ്പര തുടങ്ങി വെച്ചു. അല്ല, തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഈ കൃപ അവിശ്വസനീയമാണ്, അവർണ്ണനീയമാണ്. മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ. അതുപോലെയുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. ഈ സന്ദേശ പരമ്പരയിലൂടെ കുറേയെങ്കിലും ആ കൃപയെക്കുറിച്ചൊന്ന് ഗ്രഹിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, ജീവിതം ശരിയായ രീതിയിൽ ജീവിക്കുവാനും ആസ്വദിക്കുവാനും കർത്താവ് നമ്മെ ഇതിലൂടെ സഹായിക്കട്ടെ.
ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ രണ്ട് വശങ്ങളുണ്ട്. സേവിങ് ഗ്രേസ് ആൻഡ് സസ്റ്റെയിനിങ് ഗ്രേസ്. രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, നമ്മെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കൃപ. അതിനെക്കുറിച്ചൊക്കെ ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് ഈ ദൈവകൃപയുടെ കുറച്ചുകൂടി നന്നായി അതിനെ മനസ്സിലാക്കാനുള്ള ചില നിർവചനങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കൃപ യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ അതിന് മുൻപ് ചില പ്രത്യേക ടേംസ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഒരു മനുഷ്യൻ 8 മണിക്കൂർ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നതിരിക്കട്ടെ. ആ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു കൂലിയുണ്ട്. ആ ജോലിക്ക് ലഭിക്കുന്ന കൂലി, അതിനെ നമ്മൾ വേജ്, സാലറി, റെമ്യൂണറേഷൻ, അതിനുള്ള ഒരു പേയ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതായത് ജോലി ചെയ്യുന്നതിന് നമുക്ക് ലഭിക്കുന്നതാണ് കൂലി. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ മത്സരിച്ച് ഒരു ഗുസ്തി മത്സരമോ റെസ്ലിംഗ് എന്തെങ്കിലുമൊക്കെ ഒരു മത്സരത്തിൽ മറ്റൊരാളുമായി മത്സരിച്ച് അതിൽ വിൻ ചെയ്താൽ അതിന് ലഭിക്കുന്നതാണ് പ്രൈസ്. എന്നാൽ പ്രൈസ് അല്ലെങ്കിൽ സമ്മാനം, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി അയാൾക്ക് ലഭിക്കുന്ന ഒന്നാണ് അവാർഡ് എന്ന് പറയുന്നത്. അയാൾക്കൊരു അവാർഡ് ലഭിച്ചു, സാഹിത്യത്തിന് അല്ലെങ്കിൽ നല്ല സാമൂഹിക സേവനത്തിനൊക്കെ അവാർഡ് ലഭിച്ചു. ഇങ്ങനെ കൂലിയുണ്ട്, പ്രൈസുണ്ട്, സമ്മാനമുണ്ട്. ഓട്ടമത്സരത്തിലോ ചാട്ടമത്സരത്തിലോ പലതിലും കിട്ടുന്ന സമ്മാനമുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനുള്ള സേവനത്തിന് ലഭിക്കുന്നതാണ് അവാർഡ്, പാരിതോഷികങ്ങൾ. എന്നാൽ ഒരാൾക്ക് ഇതിനൊന്നിനും അർഹതയില്ലെന്നിരിക്കട്ടെ. കൂലിക്ക് അർഹതയില്ല, ഒരു സമ്മാനം കിട്ടാനുള്ള യാതൊരു വകുപ്പുമില്ല, വലിയ സേവനങ്ങളൊന്നും തന്നെ ഇല്ല, ഒരാൾ ഒരു അവാർഡും കൊടുക്കാൻ പോകുന്നില്ല. എന്നാൽ അയാൾക്ക് തികച്ചും ഇതിനൊന്നിനും അർഹതയില്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് കാണിക്കുന്ന കൃപ എന്ന് പറയുന്നത് കൂലിക്കും യോഗ്യതയില്ല. ബൈബിൾ പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമുക്ക് കിട്ടേണ്ട കൂലി എന്ന് പറയുന്നത് മരണമാണ്. അതിന് മാത്രമേ അർഹതയുള്ളൂ. മാത്രമല്ല, ഇവിടെ ഒരു പ്രൈസ് കിട്ടാൻ സാധ്യതയില്ല, അവാർഡ് കിട്ടാൻ സാധ്യതയില്ല, റിവാർഡ് കിട്ടാൻ സാധ്യതയില്ല. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ, ഒന്നിനും അർഹതയില്ലാതിരിക്കുമ്പോൾ, എനിവേ ഗോഡ് ഈസ് ബ്ലെസ്സിങ് അസ്. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റിസ്, ഗോഡ്സ് ജസ്റ്റിസ്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗോഡ് ഗിവിങ് അസ് വാട്ട് വി ഡിസേർവ്. നാം അർഹിക്കുന്നത് നമുക്ക് ദൈവം തന്നാൽ അതാണ് ഗോഡ്സ് ജസ്റ്റിസ്. ഫോർ എക്സാമ്പിൾ, റോമൻ 6:23, റോമാലേഖനം ബൈബിൾ തുറന്ന് നോക്കുക. 6-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ പറയുന്നത് ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിൻ്റെ കൂലി, പാപത്തിൻ്റെ സാലറി, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവം നമുക്ക് നമ്മുടെ പാപങ്ങൾക്കൊത്ത് മരണം തന്നാൽ, അതിൻ്റെ കൂലി തന്നാൽ, അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മേഴ്സി, കരുണ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ് വിത്ത് ഹോൾഡിങ് വാട്ട് വി ഡിസേർവ്. നാം അർഹിക്കുന്നതിനെ, നാം അർഹിക്കുന്ന വലിയ ശിക്ഷയെ, നാം അർഹിക്കുന്ന വലിയ മരണത്തെ, നിത്യശിക്ഷയെ ദൈവം തടഞ്ഞു നിർത്തിയാൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദാറ്റ് ഈസ് ഗോഡ്സ് മേഴ്സി. എന്നാൽ ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഗോഡ് ഗിവിങ് അസ് വാട്ട് വി ഡു നോട്ട് ഡിസേർവ്. നമുക്ക് അർഹിക്കാത്ത നന്മ, നാം അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ, നാം അർഹിക്കാത്ത നിത്യജീവൻ, നാം അർഹിക്കാത്ത സമൃദ്ധിയായ ജീവൻ നമുക്ക് ദൈവം തരുന്നതാണ്
ദൈവത്തിൻ്റെ കൃപ. അത് പറഞ്ഞിരിക്കുന്നത് റോമൻസ് 6:23 ബി പാർട്ട്. നേരത്തെ നമ്മൾ കണ്ടു, എ പാർട്ടിൽ കണ്ടത് ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. എന്നാൽ രണ്ടാം പാർട്ടിൽ പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ ദാനം കർത്താവായ യേശുവിലുള്ള നിത്യജീവൻ അത്രേ. അർഹിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളമായ മരണമാണ്. നാം അർഹിക്കാത്തത് ദൈവത്തിൻ്റെ നിത്യജീവനാണ്. അത് ഗിഫ്റ്റായി, ദാനമായി ക്രിസ്തു യേശുവിൽ നമുക്ക് ലഭിക്കും. സോ റോമർ 6:23 തന്നെ ദൈവത്തിൻ്റെ ജസ്റ്റിസും കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപയും കാണുന്നുണ്ട്. ഇത് രണ്ടുമുണ്ട്. നമ്മൾ അർഹിക്കുന്ന ആ പാപത്തിൻ്റെ ന്യായവിധി നമുക്ക് തരാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. ഈ ടേംസൊക്കെ ഞാൻ പല ടേംസ് ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, കൂലി, നമ്മൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കൂലി. 2, അതിനുശേഷം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിൻ ചെയ്താൽ കിട്ടുന്നത് പ്രൈസ്, സമ്മാനം. 3, ഞാൻ പറഞ്ഞു, നമ്മുടെ ആയുഷ്കാലത്തെ സേവനത്തിന് നമുക്ക് ലഭിക്കുന്ന അവാർഡ്. എന്നാൽ ഇതിനൊന്നും അർഹിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചാൽ അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി നമ്മെ നിത്യശിക്ഷയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുക മാത്രമല്ല, ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം തൻ്റെ ദാനങ്ങളും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പ്രതിഫലവും അവകാശവും സകലവും നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം നമ്മളോട് പറയുകയാണ്, ഇതുവരെയുള്ള നിൻ്റെ ബില്ല് മുഴുവൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് ബില്ലുണ്ടായാലും അതും ഞാൻ കൊടുത്തു തീർക്കും. യേശു ഒരിക്കലൊരു ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞു, നല്ല ശമര്യക്കാരൻ. ഈ നല്ല ശമര്യക്കാരൻ വഴിയരികിൽ ആക്രമണത്തിന് വിധേയനായി അർദ്ധപ്രാണാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ എടുത്ത് ശുശ്രൂഷിച്ചു. ആവശ്യമുള്ള ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം ഈ മനുഷ്യനെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ട് പറഞ്ഞു, ഇയാളെ ട്രീറ്റ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു. ഇനി എന്തെങ്കിലും നിങ്ങൾ ചിലവാക്കിയാൽ അതുകൂടെ ഞാൻ തന്നേക്കാം, ആ ഫ്യൂച്ചർ ബില്ല് കൂടെ ഞാൻ അടച്ചോളാം. ഇതാ കർത്താവ് നമ്മളോട് പറയുന്നത്. ഇതുവരെയുള്ള നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷാവിധിയും സകലവും യേശു കർത്താവ് ഏറ്റെടുത്തു. ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അതിനുള്ളത് കൂടെ ഞാൻ ചെയ്തു വച്ചിരിക്കുക, ആ ബില്ലും ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഇതാ ദൈവത്തിൻ്റെ കൃപ. വാട്ട് ആൻ അമേസിങ് ഗ്രേസ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ഒന്നാണ് ദൈവത്തിൻ്റെ കൃപ. ഇനി ഈ കൃപ നമ്മൾ പുതിയ നിയമത്തിൽ അനുഭവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പുതിയ നിയമത്തിന് മുൻപ് നിലവിലിരുന്ന ഒന്നാണ് ന്യായപ്രമാണം അല്ലെങ്കിൽ ദ ലോ. ഈ ന്യായപ്രമാണം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൃപയുണ്ട്. ദ ലോ ആൻഡ് ഗ്രേസ്, ഇത് രണ്ടുമാണ് കയ്യിലുള്ളത്. ഒത്തിരി പേരും വളരെ കൺഫ്യൂസ്ഡാണ്. നമ്മൾ ലോയിൽ തന്നെ പിടിച്ചു നിൽക്കണോ, ഗ്രേസിൽ പിടിച്ചു നിൽക്കണോ, ലോയും ഗ്രേസും കൂടി മിക്സ് ചെയ്യണോ, ആകെ കൺഫ്യൂഷൻ ഒത്തിരി പേർക്ക്. അവർക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ ലോയുടെ കീഴിലാണോ ഗ്രേസിൻ്റെ കീഴിലാണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്യണോ അത് ചെയ്യാതിരിക്കണോ, ഇങ്ങനെ വളരെ കുഴഞ്ഞ ഒരു ആശയങ്ങളാണ് പലരുടെ അകത്തുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പ്രധാനമായും മോശയിലൂടെ ലഭിച്ച സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത് ചെയ്യുക, ഇത് ചെയ്യരുത്, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇങ്ങനെയുള്ള കുറേയധികം കൽപ്പനകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പഴയ നിയമ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ അതിലെല്ലാം വളരെ ശക്തമായി ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഒരു പീനൽ കോഡ്, ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള പീനൽ കോഡ്, ശിക്ഷാ നിയമങ്ങൾ ഉള്ളതുപോലെ
ഒരു പൗരൻ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യരുത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നിന്ന രീതിയിലുള്ള ശിക്ഷ ലഭിക്കും. അങ്ങനെയുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം എന്തിന് നൽകപ്പെട്ടു എന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. നമ്പർ 1, ഇറ്റ് ഈസ് എ മിറർ. ഈ ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ്. ന്യായപ്രമാണത്തിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു അഴുക്കിരിക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു എന്തെങ്കിലും അനാവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ ഒന്നുകൂടെ വെളിവായി വരുന്നു. നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാക്കുന്നു. ഇതാണ് ന്യായപ്രമാണം കണ്ണാടിയായി, മിറർ ആയി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്, ന്യായപ്രമാണത്തെ നമ്മൾ വിളിക്കുന്നത് ടെമ്പററി ഗാർഡിയൻ എന്നാണ്. താൽക്കാലിക രക്ഷകർത്താവ്, സംരക്ഷകൻ. അങ്ങനെ പറയാൻ കാരണം, യേശു കർത്താവ് വരുന്നത് വരെ നമ്മെ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ഗാർഡിയനെ പോലെ, രക്ഷകർത്താവിനെ പോലെ മാത്രമേ അത് പ്രവർത്തിക്കുന്നുള്ളൂ. മൂന്നാമതായി, ന്യായപ്രമാണം ഒരു ട്യൂട്ടർ ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒന്ന്. മോശയുടെ ന്യായപ്രമാണത്തെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ടോറ എന്നാണ് പറയുന്നത്. ടോറ എന്ന് പറഞ്ഞാൽ ടീച്ചിങ്സ് എന്നാണ് അർത്ഥം. നമ്മെ ടീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രക്ഷകൻ്റെ ആവശ്യം നമുക്കുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, ഒരു മിററാണ്, കണ്ണാടിയാണ്. 2, ഒരു ടെമ്പററി ഗാർഡിയനാണ്. യേശു വരുന്നവരെ നമ്മളെ ഒന്ന് മുന്തിത്തള്ളി കൊണ്ടുപോവുക. 3, ട്യൂട്ടറാണ്, ഒരു രക്ഷകൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നാൽ ദൈവം നമ്മെ ആ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും കൃപയുടെ കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് നാളെ സംസാരിക്കും. എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. യേശു കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ നമ്മെ സ്നേഹിച്ച് ചെയ്യുന്ന അത്ഭുതങ്ങൾ, വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഈ സെഗ്മെൻറ്റിൽ കാണും. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവ് ഇതിനേക്കാൾ വലുത് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആൻറ്റിയുടെ പേര് തങ്കമ്മ തോമസ് എന്നാണ്. ആൻറ്റിയുടെ ഒരു രോഗസൗഖ്യമാണ്. ആൻറ്റി പറയുന്നത് ഇതാണ്: 4 വർഷമായിട്ട് തനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടർമാരെ കണ്ടു, മരുന്നുകളെല്ലാം കഴിച്ചു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ചൊറിച്ചിലും എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ആൻറ്റി പറയുന്നത് 2012 നമ്മുടെ എറണാകുളത്തുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേയർ ടവറിൽ ഫെബ്രുവരി മാസം വിളിച്ചു. അവിടെ ഒരു സിസ്റ്ററാണ് ഫോൺ എടുത്തത്. അതിനുശേഷം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് ചൊറിച്ചിലുമില്ല, പൂർണ്ണമായി തന്നെ അലർജിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. അലർജിയിൽ നിന്നും സൗഖ്യമാക്കിയ സാക്ഷ്യമാണ്. ആരെങ്കിലും അലർജിയുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളും പ്രാപിച്ചുകൊണ്ടങ്ങ് പൊക്കോ. അലർജി, ഏതെങ്കിലും തലത്തിലുള്ള അലർജിയുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് ഫുഡ് അലർജി ആകാം, ഡസ്റ്റ് അലർജി ആകാം, മെഡിസിനൽ അലർജി ആകാം, റിയാക്ഷൻസ് ആകാം. യേശുവിൻ്റെ നാമത്തിൽ അലർജി രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആൻറ്റി അനുഗ്രഹിക്കുന്നു. ലഭിച്ച രോഗസൗഖ്യം നിലനിൽക്കട്ടെ. ജീസസ് നെയിം. ഈ സഹോദരിയുടെ പേര് മോളി ഷാജിയാണ്. മോളി ഷാജി എന്നാണ്. കിഴക്കുംഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സഹോദരി വരുന്നത്. ഈ സഹോദരിക്ക് 6 മാസമായിട്ട് അലർജി മൂലം ഭാഗത്ത് മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. ഫെബ്രുവരി 2ാമത്തെ വെള്ളിയാഴ്ച ബ്രദർ ബ്ലെസ്സിംഗ് ടുഡേയിലോട് ഇങ്ങനെ പറഞ്ഞു, അലർജി മൂലം വയറ് മൊത്തം ഇതുപോലെ ചൊറിഞ്ഞ് പൊട്ടിയിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആ സഹോദരിയാണ് ഇവിടെ സാക്ഷ്യം വരാൻ വന്നു നിൽക്കുന്നത്. സഹോദരിയാണ് ഇവിടെ ജീവനോടെ പറഞ്ഞു. അന്ന് കർത്താവ് തന്നെ സൗഖ്യമാക്കി. തന്റെ ആ മുറിവുകൾ, ആ പാടുകൾ വേഗത്തിൽ ഉണങ്ങുവാൻ തുടങ്ങി. ഇപ്പോൾ അതിന് മെഡിസിൻ എടുക്കുന്നില്ല. കംപ്ലീറ്റ് ഹീലിംഗ് യേശു ഈ സഹോദരിക്ക് നൽകി. കൈകൾ അടിച്ച് ഈ സൗഖ്യത്തിനായി യേശുവിന് നന്ദി പറയാം. ഞങ്ങൾ ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. ഇതുപോലെ രോഗമുള്ളവർക്കായും പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യവും വിടുതലും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ ദൈവം ജീവനുള്ളവനാണ്.
അവന് കണ്ണുണ്ട്, അവന് കാതുണ്ട്, അവന് കരുണയുണ്ട്, കൃപയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിക്കും. ഉള്ളു തുറന്ന് വിശ്വസിക്കുക. ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കണ്ടാലും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും വിടുതലും സ്വാതന്ത്ര്യവും എല്ലാം നൽകുവാൻ കർത്താവ് ശക്തനാണ്. വിശ്വാസത്തോടുകൂടി ആയിരിക്കും. ഈ TV സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകളെ നീട്ടിപ്പിടിച്ച്, കുഴപ്പങ്ങളൊന്നുമില്ല, മറ്റാരും അരികത്തില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തി ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കർത്താവേ, അങ്ങയുടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു പ്രോഗ്രാം കാണുന്നത്. എന്നാൽ കർത്താവെ, അതൊരു ആക്സിഡൻ്റൽ അല്ല. ഇറ്റ് ഈസ് എൻ അപ്പോയിൻമെൻറ്റ് ഫ്രം ദ ലോർഡ്. നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്നാൽ നടന്നില്ല. എന്തോ കാരണത്താൽ അത് മാറിപ്പോയി. അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. കുറേ നാളുകളായി ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായി നിങ്ങൾക്ക് ജീവിതം ദീർഘമാക്കി തരികയാണ്. ഒരു സമാധാനവും വിടുതലും കർത്താവ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ഫാദർ. ജോലിയിലുള്ള പിരിമുറുക്കങ്ങൾ നിമിത്തം റിസൈൻ ചെയ്യുവാൻ വേണ്ടി ചിന്തിക്കുന്ന പല വ്യക്തികളും ഇത് കാണുന്നുണ്ട്. താങ്ക് യു ഫാദർ. എന്നാൽ കർത്താവെ, ആ പിരിമുറുക്കങ്ങൾ ആദ്യം മാറിപ്പോകട്ടെ. ആ പിരിമുറുക്കങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ ഒന്നുകിൽ കർത്താവെ അതേ സ്ഥാപനത്തിൽ മെൻ്റലി കറേജിയസായി ഈ കാര്യങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ കർത്താവെ പുതിയൊരു ജോലി കർത്താവ് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിശാലതകൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. കടത്തിലും കടഭാരങ്ങളിലും വളരെ പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിച്ച് വരട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വി വർഷിപ്പ് യു ഫാദർ. വി വർഷിപ്പ് യു ഫാദർ. തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഹെർണിയ എന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. പൈൽസ് രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ, ബ്രെയിൻ ട്യൂമർ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. വിവിധ രീതിയിലുള്ള ട്യൂമറുകൾ മാറിപ്പോകട്ടെ. ക്രിയേറ്റീവ് മിറക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. സ്കാനിങ്ങിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്കാൻ റിപ്പോർട്ട് വരുമ്പോൾ അത്ഭുതങ്ങൾ അവർ കാണട്ടെ. ഷുഗർ ഭയങ്കരമായി ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാകട്ടെ. ആസ്മ നോർമലാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ് വലിയ വിടുതലുകൾ ഇപ്പോൾ അങ്ങ് കൽപ്പിച്ചിരിക്കയാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. വലിയ വിടുതലുകൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. കർത്താവ് വലിയ രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇവിടെ നിന്നും ജനങ്ങളിലേക്ക് വന്നിറങ്ങി. ഇപ്പോൾ തന്നെ പല വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകമായ ഒരു വിറയൽ പോലെ, ചില ശരീരത്തിൽ കുളിരണിയുന്നത് പോലെ, ചില ശരീരത്തിൽ ചൂട് പോലെ, ഇലക്ട്രിക് പവർ ഇറങ്ങുന്നത് പോലെ ഒക്കെയുള്ള വിവിധ അനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണത്. ഇനി യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുക, രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ഇത് കിടപ്പിലായിരിക്കുന്ന ചില വീട്ടിൽ തന്നെ ചില ട്യൂബുകളൊക്കെ ഘടിപ്പിച്ച് കിടപ്പിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കുക. കർത്താവ് കൊടുക്കുന്ന ഈ വലിയ വിടുതലുകൾക്കായി നന്ദി പറയുന്ന കർത്താവ്. വർഷിപ്പ് യു ഫാദർ. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ. സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു. നാളെ ഇന്നത്തെ സന്ദേശം നമ്മൾ തുടരുന്നതായിരിക്കും. കാണാൻ മറക്കരുത്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ബൈബിൾ ആൻഡ് യുയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് എതിരേൽക്കുന്നു. ഈ വാക്യം ബൈബിളിൽ ഏത് അധ്യായത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ്: എ യെശയ്യാവ് 64, ബി യെശയ്യാവ് 18, സി യിരെമ്യാവ് 12, ഡി യോഹന്നാൻ 10. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. ഇനി ബൈബിൾ ആനിയിലൂടെ വീണ്ടും കാണാം. ദൈവത്തിന്റെ അനുഗ്രഹാശിസുകളോടെ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രയർ എറണാകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മറക്കാതെ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.